ശക്തൻ ദുർബലനെ കീഴ്പ്പെടുത്തുന്ന കാട്. നീതി നിഷേധിക്കപ്പെടുമ്പോൾ, നിയമം നോക്കുകുത്തിയാകുമ്പോൾ, ദുർബലൻ തോൽപ്പിക്കപ്പെടുമ്പോൾ കാടിൻ്റെ നിയമവുമായി അവരെത്തും നീതി നടപ്പാക്കാൻ. വേട്ട ആരംഭം. മുന്നിൽ രണ്ട് ചുവന്ന കണ്ണുകൾ തിളങ്ങുന്നുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിലേക്ക് അത് അതിവേഗത്തിൽ കടന്നു വന്നു. പക്ഷികൾ ഇളകി പറന്നു. വെടികൊണ്ട മൃഗം മറിഞ്ഞു വീണ് പിടഞ്ഞു. കാലുകൾ വിറച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ചെവിയുടെ പിന്നിൽ നിന്നും ചോരയൊഴുകി പടർന്നു. സാറിനെ സമ്മതിച്ചു. എന്നാ ഷോട്ടാ, മാസം 1 ഇതുപോലെ ഒരെണ്ണം കിട്ടിയിട്ട്. ആ കാലമാടൻ മേലാഫീസർ എവിടെ കിടന്ന് കറങ്ങുമല്ലായിരുന്നോ. എന്നാണേലും അതിൻ്റെ കേടങ്ങ് തീർന്നു. വനം സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എന്നാലും ഏതവനാ നമുക്കിട്ട് പണി തന്നത്? വാവച്ചൻ മൃഗത്തിൻ്റെ കണ്ണിലേക്ക് ടോർച്ച് തെളിച്ചു. അതിൻ്റെ മൂക്കിൽ നിന്നും ചോര ഒഴുകി പടർന്നുകൊണ്ടിരുന്നു. ഓ, എന്നാ ഉന്നവാ, സമ്മതിക്കണം. ഇടിച്ചുണക്കിയ ഇനി 1 മാസത്തേക്ക് ഇവ മതി. പിടിക്കടാ പോത്തെ. കൈ രണ്ടും തോളിൽ പിണച്ചു കെട്ടി നിൽക്കുന്ന അന്തോണിയെ അയാൾ ദേഷ്യത്തിൽ ശാസിച്ചു. അവൻ ഓടിച്ചെന്ന് അടുത്തുണ്ടായിരുന്ന മരച്ചുവട്ടിൽ വെച്ചിരുന്ന കയർ എടുത്തുകൊണ്ടുവന്ന് ചലനം അവസാനിപ്പിച്ച മൃഗത്തിൻ്റെ കാലുകൾ വലിയ മുള വെച്ച് കൂട്ടിക്കെട്ടി. പീറ്റർ തോക്കിൻ കുഴലിലെ പുക ഊതിയകറ്റി. പല്ലുകൾക്കിടയിൽ കടിച്ചു പിടിച്ചിരുന്ന പുകയില പുറത്തേക്ക് തുപ്പി. പണിഞ്ഞവനെ എനിക്കറിയാം. 4 ദിവസത്തിനുള്ളിൽ അവൻ കൊല്ലിയിൽ തലകീഴായി തൂങ്ങിക്കിടക്കും. ആരാ സാറേ എന്നാലും അത്രയ്ക്ക് ധൈര്യമുള്ളവൻ? റേഞ്ചർക്ക് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. സാറാളെ പറ, ബാക്കി ഞാൻ ഏറ്റു. നീ ഒലത്തും. എനിക്കറിയാം എന്ത് വേണമെന്ന്. പീറ്റർ തോക്കുയർത്തി. ബാരൽ ഓപ്പൺ ചെയ്തു. ഒഴിഞ്ഞ ബുള്ളറ്റ് കേസുകൾ തറയിലേക്ക് ഉതിർന്നു വീണു. ഈ സാധനം കൊള്ളാലോ സാറേ, ഇരട്ടക്കുഴൽ തോക്ക്. സർക്കാർ തോക്കൊന്നും ആവശ്യമുള്ളപ്പോൾ പൊട്ടില്ലടാ. പുതിയ കാർട്രിഡ്ജുകൾ അയാൾ ലോഡ് ചെയ്തു. വാവച്ചൻ മൃഗത്തിനടുത്ത് ചെന്നിരുന്ന് തുറന്നിരുന്ന അതിൻ്റെ കണ്ണിൽ തൊട്ടു നോക്കി. വാവച്ച, എത്രയും പെട്ടെന്ന് ഇതിനെ ഇവിടുന്ന് മാറണം. ഏറ്റു സാറേ. പൊക്കടാ, വാവച്ചൻ അന്തോണിയോട് പറഞ്ഞു. അവർ 2 പേരും കൂടി മൃഗത്തെ എടുത്തുയർത്തി. ഹെഡ്ലൈറ്റ് തെളിച്ചുകൊണ്ട് കാട്ടുവഴിയിലൂടെ മുന്നോട്ട് നടന്നുപോയി. സിഗരറ്റ് ചുണ്ടിൽ തിരികെ പീറ്റർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. വാവച്ച, വേഗം വരണം. ബാക്കി അവന്മാർ ചെയ്തോളൂ. അവിടെ ഏൽപ്പിച്ചാൽ മതി. പോരുമ്പോൾ 2 കുപ്പിയെടുത്തോ. അയാൾ കാട്ടുവഴിയിലൂടെ എതിർദിശയിലേക്ക് നടന്നു. കുടിലിന് മുന്നിൽ നിന്നും കുന്നിൻ മുകളിലേക്ക് കണ്ണിന് മുകളിൽ കൈപ്പടം വെച്ച് ദേവൻ മൂപ്പൻ ശ്രദ്ധിച്ചു നോക്കി. ദൂരെ വനത്തിനുള്ളിൽ ഹെഡ്ലൈറ്റുകൾ മിന്നിത്തെളിയുന്നത് കാണാം. എൻ്റെ ദേവിയെ, വീണ്ടും തുടങ്ങി. இந்த ആളെ ഇപ്പടി വിട്ടാ കാട് തെളിയും. ശരവണൻ മൂപ്പൻ്റെ അരികിലേക്ക് ഓടിയെത്തി. എന്നാപ്പാ? அந்த ஆள் திரும்பி வந்தாச்சு. அது அப்பன் അറിയാം? நான் இந்த காட்டுக்கு மூப்பனார். இங்க என்ன வந்தாலும் எனக்கு அறியாம். அந்த துப்பாக்கி சத்தம் கேட்டா எனக்கு புரியும். அந்த பீட்டர் வந்திருக்கு. நீ தூஷிக்கணும். அந்த ஆள் எதற்கும் ഭയമില്ലാത്തവൻ. എന്ന വേണാലും ചെയ്യുക. എനിക്കറിയാം, പക്ഷേ എനിക്ക് പേടിയില്ലപ്പാ. ഒരു ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം അവർക്ക് മീതെ പാളി വീണു. എനക്ക് നീ മട്ടുംതാ ഇരുപ്പ. பயமா இருக்கு புள்ள. போ, உள்ள போ. அப்பா, அது
இங்கே என்ன நடந்தாலும் നീ வரக்கூடாது. പോടാ. ശരവണൻ കുടിലിനുള്ളിലേക്ക് കയറി. കാടിറങ്ങിയ ആ വെളിച്ചം അടുത്തേക്ക് വരികയാണ്. ഛു, ഛു. എന്താടാ, ഞാൻ വരില്ല എന്ന് നീ കരുതിയോ? ഇരുട്ടിൽ നിന്നും പീറ്റർ മുന്നോട്ട് കയറി നിന്നു. അതികായനായ അയാളുടെ മുന്നിൽ മൂപ്പൻ നിവർന്നു നിന്നു. ഒരു വെള്ളക്കടലാസില് 4 വരി നീട്ടിപ്പിടിച്ചെഴുതിയ റേഞ്ചർ വന്ന് പീറ്ററെ എടുത്തങ്ങ് കൊടുക്കുമെന്ന് വിചാരിച്ചു. അല്ലടാ നായേ. டாய், இந்த காட்டுக்கு அதிகாரி நான். மரியாதையா பேசு. இது எங்கள் ஊர், എന്റെ നാട്, ഞാൻ ജനം. പിന്നെ ഈ കാട് നിന്റെ തറവാട്ട് വകയല്ലേ? കാട് നോക്കാൻ ഞാനിവിടെ ഉണ്ട്. പുരീത, നിന്റെ ഭാഷ പറഞ്ഞ പാതുകാപ്പിന്. ഇതാണാ പാതുകാപ്പ്? എല്ലായിടത്തും വേട്ട നടത്തി അന്യായമായി എല്ലാത്തിനെ വേട്ടയാടി കൊന്നു തിன்றേ. നീയാ കാവൽക്കാരൻ? പന്നക്കളവാ. പീറ്റർ തോക്കിൻ കുഴൽ അയാളുടെ നെഞ്ചിൽ ചേർത്ത് വെച്ചു. മൂപ്പൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. നീയൊന്നും കണ്ടില്ല, കേട്ടില്ല, അങ്ങനെ ജീവിച്ചോണം. ഇതിനപ്പുറത്തോട്ട് ഇറങ്ങിയ തോക്കിൻ കുഴൽ കൊണ്ട് പീറ്റർ അയാളെ പിന്നിലേക്ക് തള്ളി. ഇത് പുരിമ റട്ടക്കുഴൽ തുപ്പാക്കി ചേർത്ത് വെച്ച് വലിച്ച ഈ എല്ലും കൂടി ചെതറും. എന്നെ കൊണ്ട് ചെയ്യിക്കില്ല. നിന്റെ മകനല്ലേ എനിക്കെതിരെ പരാതി എഴുതിയത്? പറയടാ. അല്ലേ? ഈ കാട്ടിൽ 4 അക്ഷരം പഠിച്ചത് അവൻ മാത്രമാ. അവനാണ് പരാതിക്കാരൻ. അതിന് പിന്നിൽ നീയും. അതുകൊണ്ട് എനിക്ക് അന്വേഷണ വിധേയമായി 6 മാസം സസ്പെൻഷൻ. പക്ഷേ നീ പരാതി പറഞ്ഞതെന്നൊന്നും തെളിവില്ലല്ലോ ദേവാ. ഒരുപാട് പേര് കാട് അരിച്ചു പുറകി, ഒന്നും കിടക്കലേ. 1 മാസം കൊണ്ട് ഞാൻ തിരിച്ചു വന്നു. എന്നെ പൂട്ടാൻ നീയൊന്നും പോരാ, തികയല. അത് മനസ്സിലാക്കാൻ കാട് ഭരിക്കാനുള്ള ബുദ്ധി പോരാ, നാട് ഭരിക്കാനുള്ള ബുദ്ധി വേണം. എവിടെടാ ശരവണൻ? ഡാ ശരവണ, ഇറങ്ങി വാടാ. അവനെങ്കില്ലേ? இங்க இருக்கு, இங்க மட்டும்தான் இருக்கு. அதுவும் எனக்கு புரியும். கூப்பிடுறா. சரவணா, வாடா. எங்க அப்பனோடு கொஞ்சமே பாசம் கிடையாதுடா உனக்கு. പെട്ടെന്ന് ഇരുട്ടിൽ ഒരു നിഴലനക്കം. പീറ്ററിന്റെ ഭാവം മാറി. കുടിലിന്റെ പിന്നിൽ കുറേയേറെ നിഴലുകൾ കൂട്ടം കൂടി വരുന്നു. മൂപ്പന്റെ അനുയായികൾ അയാളുടെ നേരെ വരികയാണ്. അയാൾ തോക്ക് അവരുടെ നേരെ നീട്ടിപ്പിടിച്ചു. വാങ്ങടാ. കാട്ടിലൂടെ ഓടി വന്ന വാവച്ചൻ തോക്കിൽ കടന്നു പിടിച്ചു. സാറേ, മണ്ടത്തരം കാണിക്കരുത്. ഇത്തരം പേരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്പും വില്ലും കുന്തവും കുടച്ചക്രവും എല്ലാം കാണും. ഇത് അവന്മാരുടെ നാട്ടുരാജ്യവാ. പണി കിട്ടും. പറയുന്ന കേക്ക്. വലിയ വാ വാ. മാറടാ. വാവച്ചനെ പീറ്റർ കുതറിത്തെറിപ്പിച്ചു. തോക്ക് മൂപ്പന്റെ കഴുത്തിൽ അമർത്തി കുത്തിവെച്ചു. നീ ഓർത്തു വെച്ചോ, ഇപ്പം ഞാൻ പോവുകയാണ്. ഇനി ഞാൻ നിന്നെ തേടി വരില്ല, പക്ഷേ നീ എന്നെ തേടി വരും. മൂപ്പന്റെ കണ്ണ് പുറത്തേക്ക് തുറച്ചു. കഴുത്തിൽ നിന്നും പീറ്റർ തോക്ക് പിൻവലിച്ചു. മൂപ്പൻ ആശ്വാസത്തോടെ ശ്വാസം വലിച്ചു. പീറ്റർ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നു. വാവച്ചനും അന്തോണിയും അയാളെ അനുഗമിച്ചു. അവർ ഇരുളിലേക്ക് മറഞ്ഞു. മൂപ്പൻ കിതച്ചുകൊണ്ട് തറയിലേക്ക് ഇരുന്നു. ശരവണൻ ഓടിയെത്തി അയാളുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. ദേവൻ മകനെ മുറുകെ കെട്ടിപ്പിടിച്ചു. കുറച്ചുനേരം അയാൾ കരഞ്ഞു. അയാളുടെ നെഞ്ചിൽ തോക്കിൻ കുഴൽ അമർന്ന പാട് ചുവന്നു കിടന്നു. താണു, ഡായ്. ഓ. താണു ഓടിയെത്തി. വേഗം യവനെ കൊണ്ടുപോകണം. കാട് കടന്ന് പുഴ കടന്ന് ഇനി ഇവിടെ നിൽക്കക്കൂടാതെ. ശരവണ, വെളുക്കും മുമ്പേ പോയിക്കോ. സമയമാകുമ്പോ இந்த താണു വരും. അപ്പൊ നീ തിരുമ്പി വന്നാ പോതും. അപ്പനെ ഇവിടെ ഇട്ടിട്ട് ഞാൻ പോവില്ല. சொன்னா கேளுடா. அவர் சும்மா இருக்க மாட்டேன். உன்னை கிடைச்சா கொன்னிடும். போயிட. தானு
പോയി വാടാ. താണു അകത്തേക്ക് ഓടി. അല്പസമയത്തിനകം തുണിസഞ്ചിയിൽ ആവശ്യം വേണ്ട സാധനങ്ങളുമായി താണു എത്തി. താണു, യവനെ പുഴ കടത്തിവിടെ, പാത്തു പോണോ? മൂപ്പൻ മകന്റെ കണ്ണിലേക്ക് നോക്കി. പോയി വാടാ. വാ ശരവണ. താണു മുന്നിൽ നടന്നു. ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി ശരവണൻ നടന്നു. അവർ ഇരുട്ടിൽ മറയുന്നതുവരെ ദേവൻ അവരെ നോക്കി നിന്നു. കാളിയപ്പാ, കാക്കണേ. അയാൾ തിരിഞ്ഞ് കുടിലിലേക്ക് നടന്നു. കുറച്ചകലെയുള്ള മരച്ചുവട്ടിൽ നിന്ന് വാവച്ചൻ ചെറുപുഞ്ചിരിയോടെ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഓ, സാറിൻ്റെ ഒരു ബുദ്ധി, പറഞ്ഞത് കീറുകൃത്യം. ആ ചെറുക്കൻ പുഴക്കരയിലേക്ക് പോയിട്ടുണ്ട്. ഏറുമാടത്തിന് ചുവട്ടിൽ കൂട്ടിയിട്ട് കത്തിച്ച വിറകിനരികിൽ ഉള്ളംകൈയിൽ പുകയില തിരുമ്മിക്കൊണ്ട് ഒരു വശത്തേക്ക് തല ചരിച്ചു പിടിച്ച് പീറ്റർ വാവച്ചനെ നോക്കി തലയാട്ടിക്കൊണ്ട് ചിരിച്ചു. കയ്യിലെ പുകയില വായിലേക്ക് ഇട്ട് ചവച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റു. ചക്കനെ പുഴ കടത്തി വിടും, പിന്നെ നമുക്ക് കിട്ടില്ല. അക്കരയിട്ട് പിടിക്കണോ ഇക്കരയിട്ട് പിടിക്കണോ? സാറ് പറഞ്ഞാട്ടെ. ഇക്കര മതി. അത് പണിയാവും, എല്ലാവരും അറിയും. ചെക്കനെ പൊക്കിയത് കാട്ടുരാജാവ് അറിയണ്ടേ, എങ്കിലല്ലേ ത്രില്ലുള്ളൂ. അല്ലെങ്കിൽ ചെക്കൻ രക്ഷപ്പെട്ടതോർത്ത് അവൻ സുഖിക്കും. തോക്കെടുത്ത് വാവച്ചന് നേരെ നീട്ടിപ്പിടിച്ച് ഇടത് കണ്ണ് അടച്ചു പിടിച്ച് പീറ്റർ ചോദിച്ചു. അവൻ്റെ കൂടെ എത്ര പേരുണ്ട്? ഒരുത്തനേ ഉള്ളൂ സാറേ, വിറയലോടെ വാവച്ചൻ പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ആവശ്യമില്ല. അയാൾ തോക്ക് അന്തോണിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഏറുമാടത്തിന് മുകളിലേക്ക് നോക്കി. അതുമായി അന്തോണി ഏണിയിലൂടെ മുകളിലേക്ക് കയറി. നീ അവിടെ ഇരിക്കേ, ഞങ്ങളിപ്പോൾ വരാം. മരക്കൊമ്പിൽ വലിച്ചു കെട്ടിയിരുന്ന ഇരുമ്പ് കമ്പിയിൽ തൂക്കിയ കറുത്ത പുതപ്പെടുത്ത് പുതച്ച് പീറ്റർ മുന്നോട്ട് വേഗത്തിൽ നടന്നു. അയാളുടെ പിന്നാലെ വാവച്ചൻ ഓടി. വെളിച്ചം നന്നേ കുറവാണ്. താണു ഓരോ ചുവടും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒപ്പം ശരവണനും. ഇടയ്ക്ക് നിന്ന് കാടിൻ്റെ ശബ്ദങ്ങൾ ശ്രദ്ധിച്ച് അന്തരീക്ഷം നിരീക്ഷിച്ച് താണു വീണ്ടും മെല്ലെ മുന്നോട്ട് ചുവടുകൾ വെച്ച് സൂക്ഷിച്ചു നടന്നു. മരക്കൊമ്പിൽ നിന്നും ഒരു പക്ഷി ചിറകടിച്ചു പറന്നു. നിക്ക്. ശരവണൻ നിന്നു. പെട്ടെന്ന് ഒരു വെളിച്ചം അവരുടെ അരികിലൂടെ പാഞ്ഞുപോയി. വലിയൊരു മരത്തിൻ്റെ പിന്നിലേക്ക് താണു ശരവണനെയും കൊണ്ട് മറഞ്ഞു. കുറച്ചു സമയം അവർ അങ്ങനെ നിന്നു. മൂക്ക് വിടർത്തി താണു മണം പിടിച്ചു. പെട്ടെന്ന് മരച്ചില്ലകളിൽ നിന്നും പക്ഷികൾ കൂട്ടമായി പറന്നുയർന്നു. പിന്നെ കനത്ത നിശബ്ദത പരന്നു. ഇവിടെ എന്തോ ഉണ്ട്, നീ ഇവിടെ നിൽക്കെ. മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും താണു അരക്കെട്ടിലെ പിച്ചാത്തിയുടെ പിടിയിൽ കൈയുറപ്പിച്ച് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വന്നു. മരച്ചില്ലകളും പരിസരവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. കുറച്ചു സമയം അയാൾ ശ്വാസമടക്കി അനങ്ങാതെ നിന്നു. മെല്ലെ മുന്നോട്ട് ചുവട് വെച്ചു. പിന്നെ തിരിഞ്ഞ് ശരവണനെ കൈയാട്ടി വിളിച്ചു. വാ. മരത്തിൻ്റെ മറവിൽ നിന്നും മെല്ലെ അവനും പുറത്തിറങ്ങി. അടുത്ത നിമിഷം അന്തരീക്ഷത്തിലൂടെ ഒരു കറുത്ത പുതപ്പ് പറന്നു വന്ന് താണുവിനെ മൂടി. ഇരുളിൽ നിന്നും പാഞ്ഞെത്തി പുതപ്പടക്കം കൂട്ടിപ്പിടിച്ച് അവനെ ചുറ്റിയെടുത്ത് വഴിയരികിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് പീറ്റർ ശരവണന് നേരെ തിരിഞ്ഞു നിന്നു. തല ചരിച്ചു പിടിച്ച് പുകയില പുറത്തേക്ക് തുപ്പി കറ പിടിച്ച പല്ലുകൾ പുറത്തേക്ക് കാണിച്ച് അയാൾ ചിരിച്ചു. അരണ്ട വെളിച്ചത്തിൽ അയാളുടെ കണ്ണുകൾ തിളങ്ങി. തിരിഞ്ഞോടാനായി തുനിഞ്ഞ ശരവണന്റെ പിന്നിൽ വാവച്ചൻ നിലയുറപ്പിച്ചു. പിന്നിൽ നിന്നും ശക്തമായ ചവിട്ടേറ്റ് വാവച്ചന്റെ കാൽ ചുവട്ടിലേക്ക് അവൻ കമിഴ്ന്നു വീണു. ശരവണന്റെ പുറത്ത് ബൂട്ടിന്റെ ഹീൽ അമർത്തിക്കൊണ്ട് പീറ്റർ പറഞ്ഞു. ഇത് നിന്റെ അപ്പന്റെ കാടല്ല, ഇതെന്റെ കാട്. ഇവിടെ ഞാൻ തീരുമാനിക്കും. വാവച്ചൻ അവന്റെ കൈകൾ പിന്നിലേക്ക് പിടിച്ചുകെട്ടി. അവൻ കുതറിക്കൊണ്ടിരുന്നു. അയാൾ അവനെ വലിച്ചുയർത്തി നേരെ നിർത്തി.
നീ ഞങ്ങളെ പരാതി കൊടുത്തങ്ങ് ഒലത്തും. അല്ലടാ പന്ന. അയാൾ അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. അവൻ്റെ ചുണ്ടുകൾക്കിടയിൽ ചോര പതഞ്ഞു. ഹാ, ക്ഷമിക്കുക അവച്ച. ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. രാത്രി മുഴുവൻ കിടക്കുമല്ലേ. ഇപ്പോഴേ ചെറുക്കനെ ചതയ്ക്കാതെ മെല്ലെ മെല്ലെ മതി. നൊന്തോടാ. പീറ്റർ അവൻ്റെ തലമുടിയിൽ കുത്തിപ്പിടിച്ചു ഉയർത്തി. നിന്റെ കിളവൻ തന്തയ്ക്ക് ഭയങ്കര വീറായിരുന്നല്ലോ. അവൻ രാജാവാണെന്ന്. അവൻ വരുമ്പോഴത്തേക്കും നിന്നെ ഞാനൊരു സമ്മാനമായി കെട്ടിപ്പൊതിഞ്ഞു വയ്ക്കും. വന്നെടുക്കട്ടെ. ഇനി ഒരിക്കലും ഒരുത്തനും നിന്നെ പോലെ ചലയ്ക്കരുത്. പേടിക്കണം. അതുപോലെ നിന്നെ ഞാൻ കെട്ടിപ്പൊതിഞ്ഞു വയ്ക്കും. ഭയത്തോടെ ശരവണൻ പീറ്ററെ നോക്കി. വാവച്ചോ, അടച്ചോ. ഇനി ഇവൻ നമ്മൾ പറയുമ്പോൾ മിണ്ടിയാ മതി. കയ്യിലെ തോർത്തുകൊണ്ട് വാവച്ചൻ ശരവണൻ്റെ വായ മൂടി. എന്നിട്ട് അവനെ ഉയർത്തി തോളിലിട്ട് മുന്നിൽ നടന്നു. ശരവണൻ കുതറി. പീറ്റർ മുഷ്ടി ചുരുട്ടി അവൻ്റെ മുഖത്ത് ശക്തിയായി ഇടിച്ചു. അവൻ നിശ്ചലനായി. നേരം പുലരുന്നതേയുള്ളൂ. കിതച്ചുകൊണ്ട് താണു ഓടിയെത്തി. മൂപ്പ കൊണ്ടുപോയി, ശരവണനെ കൊണ്ടുപോയി. മൂപ്പൻ പിടഞ്ഞെണീറ്റു. താണുവിൻ്റെ ദേഹമാസകലം മുറിവുകളാണ്. ദേവൻ നെഞ്ചിൽ കൈവച്ചു. മുത്തപ്പ, ഞാൻ ശരവണ. അയാൾ 2 കൈകളും തലയിലിടിച്ചു. ഏറുമാടത്തിന് ചുവട്ടിൽ മറിഞ്ഞുകിടക്കുന്ന മരത്തിൻ്റെ മുകളിൽ വാവച്ചൻ നഖം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് മൂപ്പൻ പാഞ്ഞു വന്നു. ഡായ്, എങ്കടാ അന്ത പീറ്റർ? എങ്കടാ പുള്ളേ? സാറേ, രാവിലെ മൂപ്പൻ മൂപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇറങ്ങി വാ. പീറ്ററേ, ഡായ് പാവി, കീഴെ വാടാ. എങ്കടാ പുള്ളേ? മുകളിൽ പീറ്റർ പ്രത്യക്ഷപ്പെട്ടു. കയ്യിലിരുന്ന കുപ്പിയിലെ ചാരായം കവിൾ കൊണ്ട് അയാൾ പുറത്തേക്ക് തുപ്പി. മുകളിൽ നിന്ന് ദേവനെ നോക്കി. എന്നാ രാജാവ് ഇതുവഴി? എങ്കടാ പുള്ള? അയാൾ എണിയിലേക്ക് കയറാൻ ശ്രമിച്ചു. എങ്ങോട്ടാ കളവാ? വാവച്ചൻ അയാളെ തടഞ്ഞു. പീറ്ററേ! മുകളിൽ നിന്ന് പീറ്റർ തോക്ക് ചൂണ്ടിപ്പിടിച്ചു. സാറേന്ന് വിളിക്കടാ. വിളിക്കാൻ. മൂപ്പന്റെ കണ്ണുകൾ നിറഞ്ഞു. തോക്ക് തോളിൽ തൂക്കിയ പീറ്റർ ഏണിയിലൂടെ താഴെ ഇറങ്ങി. മൂപ്പൻ തലകുനിച്ച് നിൽക്കുകയാണ്. പറഞ്ഞത് കേട്ടില്ലടാ. സാറേന്ന് വിളിക്കാൻ. മൂപ്പന്റെ താടി രോമങ്ങളിൽ കൂട്ടിപ്പിടിച്ച് ഉയർത്തി. സാറേ, സാറവണ. ഓ, അങ്ങനെ വഴിക്ക് വാ. അപ്പൊ നിനക്ക് മോനോട് സ്നേഹമുണ്ട്. അവ എങ്കെ? മൂപ്പൻ പീറ്ററെ തുറിച്ചു നോക്കി. നീ അറിയാതെ അവൻ എങ്കേയും പോകാതെ. അപ്പടിയാ? ആമാ, നാൻ താൻ. നീ പരാതി എഴുതി സാറിനെ കുടിക്കപ്പോൾ ഓർക്കണമായിരുന്നു. തിരിച്ച് പണി കിട്ടുമെന്ന്. ഞങ്ങൾക്ക് ആവശ്യമുള്ളതിനെ ഞങ്ങൾ കാട്ടിൽ കയറി പിടിക്കും. അത് കാട്ടിലായാലും നാട്ടിലായാലും. അതങ്ങ് കണ്ണടച്ചു വിട്ടാൽ വല്ല കുഴപ്പമുണ്ടോ? തനിക്ക് എന്താ അത്ര വലിയ സൂക്കേട്? இந்த காட்டில் வேட்டையாடக்கூடாது. நீங்க எங்க வேണമെങ്കിലും வேட்டையாடி தொலை. ஆனா அந்த முத்தப்ப மலையை மட்டும் போகிறதுன்னா எத்தனை வாட்டி சொன்னேன். எங்க முத்தப்ப இருக்கு இடம். அங்க ரத்தம் வீழக்கூடாதுடா. வீழாம விட மாட்டேன். പീറ്റർ മൂപ്പനെ ചവിട്ടി വീഴ്ത്തി. തോക്കിന്റെ പാത്തി അയാളുടെ നെഞ്ചിൽ വെച്ച് അമർത്തി. ഓഹോ, നീയൊക്കെ പണ്ട് മനുഷ്യനെ ആടിനെയും കോഴിയൊക്കെ വെട്ടിയ മല. അവിടെ ഞങ്ങൾ ഇച്ചിരി രക്തം വീഴ്ത്തിയ വലിയ കുഴപ്പമാ അല്ലടാ. സാറേ, അവിടെ നല്ല ഉരുക്കളുണ്ട്. ഡാ, ഈ കാടിന്റെ അതിര് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ ഒലത്തണ്ട. ഇവിടെ നിർത്തിക്കോ. നിസ്സഹായതയോടെ മൂപ്പൻ തറയിൽ കിടന്നു. എഴുന്നേക്കടാ. അയാളുടെ കഴുത്തിലെ തോർത്തിൽ ചുറ്റിപ്പിടിച്ച് വാവച്ചൻ വലിച്ചുയർത്തി. ഓടാ, ജീവൻ വേണമെങ്കിൽ വിട്ടോ. ഓ, ഓടാ. സരവണരങ്കടാ. ഇത്രയും കിട്ടിയിട്ടും
അവൻ്റെ കലിപ്പ് കൊള്ളാലോ വാവച്ച. ഇനി തനിക്ക് എന്തിനാ അവനെ? കിട്ടിയിട്ട് പ്രയോജനമൊന്നുമില്ല. ഉപ്പിട്ട് വെക്കാം, അല്ല വാവച്ച? അതെ. മൂപ്പൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനെ കാണാത്തതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്. പക്ഷേ എന്തു ചെയ്യാം, ഞങ്ങൾക്കറിയില്ല. நீங்க அறியாத அவன் எங்கேயும் போக மாட்டான். காடு மொத்தம் தேடி இருக்கு. சொல்லு, അവ ഉസിരോടെ ഇരിക്കാ. പീറ്റർ മുഖത്തെ ചിരി പെട്ടെന്ന് മാറ്റി. മൂപ്പൻ്റെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു പിടിച്ചു. കൊല്ലി നോക്കിയോ? അമ്പുകൊല്ലി മലയുടെ അറ്റത്ത്. വേഗം ചെല്ല്, ഇപ്പോ സത്ത് കാണും. അത് കേട്ട പാതി മൂപ്പൻ തിരിഞ്ഞോടി. എന്നാ സ്പീഡാ! അമ്പുകൊല്ലിമല. മലയുടെ അരികിലായി വലിയ കുഴിയിലേക്ക് പതിക്കുന്ന ചെറിയ അരുവികളുണ്ട്. മുള്ളുകൾ നിറഞ്ഞ വള്ളിപ്പടർപ്പുകൾ വലിയ കുഴിക്ക് ചുറ്റും നിറഞ്ഞു കിടക്കുകയാണ്. മൂപ്പരും കൂട്ടരും അവിടേക്ക് കുതിച്ചെത്തി. മൂപ്പന്റെ നിലവിളി പ്രതിധ്വനിച്ചു. വൈകാതെ മരക്കുറ്റിയിൽ കെട്ടിയുറപ്പിച്ച കയറും അതിൻ്റെ അറ്റത്ത് തലകീഴായി കെട്ടിത്തൂക്കിയ നിലയിൽ ശരവണനെയും അവർ കണ്ടെത്തി. ദേവൻ ബോധരഹിതനായി വീണു. എല്ലാവരും അയാളെ താങ്ങിയെടുത്തു. താണുവും കൂട്ടരും ചേർന്ന് ശരവണനെ വലിച്ചുയർത്തി. മൂക്കിൽ നിന്നും രക്തം നെറ്റിയിലേക്ക് ഒഴുകിയിറങ്ങി ഉണങ്ങിപ്പിടിച്ചിരിക്കുന്നു. ചതഞ്ഞ കൈവിരലുകൾ നീല നിറത്തിലായിരിക്കുന്നു. കൺപോളകൾ നീരുകൊണ്ട് വീർത്തിരിക്കുന്നു. ഇടത്തെ കൈയിലെ ചെറുവിരൽ ചെറുതായി അനങ്ങുന്നുണ്ട്. പനയോലകൾക്ക് മുകളിൽ ശരവണനെ കിടത്തിയിരിക്കുകയാണ്. കാൽപാദങ്ങളിലും കൈകളിലും തൈലം പുരട്ടിയ തുണികൾ ചുറ്റിവയ്ക്കുകയാണ് മൂപ്പൻ. പാതി തുറന്ന അവൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീർ പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. താണു അത് തുടച്ചെടുത്തു. ഇനി എത്ര ദിവസം വേണം മൂപ്പ? ഇന്നേക്ക് 2 നാളായി. 2 നാൾ കൂടെ വേണം. 6-ാം നാൾ അമാവാസി. അകലെ നിന്നും ഒരു ജീപ്പിൻ്റെ ശബ്ദം. അത് അടുത്തു വന്നു. ശബ്ദം കേട്ട് മൂപ്പനും താണുവും ചാടി എഴുന്നേറ്റ് പുറത്തേക്കെത്തി. കുടിലിൻ്റെ മുറ്റത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പീറ്ററെ കണ്ട് അയാൾ നടുങ്ങി. പേടിച്ചോടാ. എങ്ങനുണ്ട് ചെറുക്കന്? എണീറ്റ് നിൽക്കാറായോ? പുതിയ പരാതി വല്ലതും ഉണ്ടോയെന്നറിയാൻ വന്നതാ. പനയോലയിൽ കിടന്ന് ശരവണൻ തലചരിച്ചു നോക്കി. ഈ കാട്ടുവൈദ്യം കൊണ്ടിരിക്കാതെ വല്ല ആശുപത്രിയിലും കൊണ്ടുപോടാ. മൂപ്പൻ വാവച്ചനെ തുറിച്ചു നോക്കി. എന്താടാ കളവാൻ നോക്കുന്നേ? സാറ് തല്ലി ചതച്ച് കളഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞപ്പോഴാണ് ഒന്ന് നിർത്തിയത്. അതിന് താൻ എന്നോട് നന്ദി പറയണം. ഇല്ലെങ്കിൽ ഈ ചെറുക്കൻ മിച്ചം കാണുകയല്ലായിരുന്നു. ചെറുക്കനെ വേണമെങ്കിൽ എടുത്തു വല്ല ആശുപത്രിയിലും കൊണ്ടിട്, ഈ പച്ചിലയും പിഴിഞ്ഞിരിക്കാതെ. ഇത് പോതും. என் பையனை அந்த முத்தப்பன் காக்கும். இந்த காட்டுக்கு ஒரு சட்டம் இருக்கா. அந்த சட்டப்படி உனக்கு கண்டிப்பா தண்டனையை കിടപ്പേ. കളവൻ ഇനിയും മേടിച്ചു കേട്ടു. വാവച്ചൻ മുന്നോട്ടാഞ്ഞു. അയാളെ തടഞ്ഞുകൊണ്ട് പീറ്റർ മുമ്പിലേക്ക് കയറി നിന്നു. ഇതും കൂടി ചേർത്ത് നീ പുതിയൊരു പരാതി എഴുത്. എന്നിട്ട് റേഞ്ചർക്ക് കൊണ്ടുകൊട. ഒരു കോപ്പി നിന്റെ മുത്തപ്പനും കൂടെ. നിന്നെ ഒന്നും ഇനി ആ മുത്തപ്പൻ മലയിൽ കാണരുത്. കണ്ടാ വാവച്ചാ വാടാ. ജീപ്പിലിരുന്ന് വാവച്ചൻ മൂപ്പനെ തുറച്ചു നോക്കി. ജീപ്പ് മുന്നോട്ട് പാഞ്ഞുപോയി. ദിവസങ്ങൾ കടന്നുപോയി. പ്ലാവില കൊണ്ട് കുത്തിയ കുമ്പിളിൽ ശരവണന് കഞ്ഞിക്കോരി കൊടുക്കുകയാണ് താണു. കുടിലിന് മുന്നിലെ ചെറിയ പാറക്കല്ലിൽ ദൂരേക്ക് നോക്കി മൂപ്പൻ ഇരിപ്പുണ്ട്. സൂര്യൻ അസ്തമിക്കുകയാണ്. അയാളുടെ അടുത്ത് ചെന്ന് താണു പറഞ്ഞു. ശരവണന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാ മൂപ്പ ഒരാലോചന? ഒന്നുമില്ലേ. അമാവാസി പൂജ നാളെ രാത്രി. മുത്തപ്പൻ മലയിൽ പോണോ? പൂജ ചെയ്യണോ? மலதெய்வங்களுக்கு நேத்தியம் வைக்கணும். அந்த பீட்டரும் கூட்டரும் சொன்னது கேட்கலையா? நம்ம குலதெய்வம் இருக்குന്നിടത്ത്
நான் போகக்கூடாதா? அது சொல்லதுக்கு അവൻ യാർ? ദേവൻ മൂപ്പന്റെ കണ്ണ് കനല് പോലെ എരിയുന്നത് താണു കണ്ടു. മൂപ്പൻ വേഗത്തിൽ എഴുന്നേറ്റ് കുടിലിനുള്ളിലേക്ക് നടന്നു. അതിൻ്റെ മൂലയിൽ തറയിൽ സമചതുരത്തിൽ ഒരു പലക. അത് അയാൾ വലിച്ചുയർത്തി. അതിനുള്ളിൽ നിന്നും ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഒരു താളിയോല ഗ്രന്ഥം അയാൾ പുറത്തെടുത്തു. അത് കണ്ണിന് മുകളിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു. താണു അത് നോക്കി നിന്നു. കുടിലിനു മുന്നിൽ മൂപ്പന്റെ അനുയായികൾ കൂടി നിൽക്കുകയാണ്. അവർക്ക് നടുവിലേക്ക് ഇറങ്ങി നിന്ന് അയാൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നാളെ അമാവാസി. എൻ കൂടെ 10 പേർ പോതു. പെണ്ണുങ്ങൾ വേണ്ടാം. നമ്മളെ മുത്തപ്പൻ കാക്കും. മൂപ്പ, അന്ത പീറ്റർ, ഭയത്തോടെ താണു പറഞ്ഞു. വരട്ടും പാക്കലാം. അല്പസമയത്തിനുള്ളിൽ മഞ്ഞളും അരിപ്പൊടിയും ചേർത്ത് നിർമ്മിച്ച കളത്തിന് നടുവിൽ കുത്തിവെച്ച പന്തങ്ങൾക്ക് മുന്നിലായി മൂപ്പൻ കണ്ണടച്ചിരുന്നു. മേളവും കുരവയും ഉയർന്നു കേട്ടു. മലമുകളിലെ ഏറുമാടത്തിന്റെ ചുവട്ടിൽ എരിയുന്ന വിറകുകൾക്ക് മുന്നിലിരുന്ന പീറ്റർ ചാരായക്കുപ്പി വായിലേക്ക് കമഴ്ത്തി. പുരികം ചുളിച്ച് അയാൾ വാവച്ചനോട് ചോദിച്ചു, എന്താ ഒരു ബഹളം? ഏതോ പൂജയാ? ചെക്കനെ ജീവിപ്പിക്കാനായിരിക്കും. ചെറിയ കഷണങ്ങളാക്കിയ വിറകുകൾ തീയിലേക്ക് അടുക്കി വെക്കുകയാണ് വാവച്ചൻ. വാവച്ചൻ ചെവി കൂർപ്പിച്ചു. ഇത് അമാവാസിക്ക് മുമ്പ് അവന്മാര് നടത്തുന്ന പൂജയാ. മുത്തപ്പൻ കുഞ്ഞിലെ മൂർത്തികൾക്ക് ചോറ് കൊടുക്കുന്ന ദിവസം. പീറ്റർ ചാടി എഴുന്നേറ്റു. ചാരി വെച്ചിരുന്ന തോക്കെടുത്ത് ബാരൽ ഓപ്പൺ ചെയ്ത് ബുള്ളറ്റുകളുണ്ടെന്ന് ഉറപ്പുവരുത്തി. വേണ്ട സാറേ. വാവച്ചൻ അയാളെ തടഞ്ഞു. മാറടാ. അവനെ ഇപ്പൊ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ഇനിയും പണി തരും. പേടിക്കണം. ഇനിയും അവൻ പേടിക്കണം. വേണ്ട സാറേ, ഞാൻ പറയുന്നത് കേൾക്ക്. നാളെ അമാവാസിയാ. യവന്മാർ വലിയ പൂജയൊക്കെ നടത്തും. വലിയ ഉരുളിയിൽ ചോറുണ്ടാക്കി ആ മലയുടെ മുകളിലെ കല്ലിന് മുമ്പിൽ കൊണ്ടുവയ്ക്കും. ഇവന്മാരെല്ലാം പോവും. മൂപ്പൻ മാത്രം അവിടെ കാണും. പിന്നെ ഒരുപാട് ഉരുക്കൾ വരും. നമ്മൾ കാട്ടിക്കയറി തിരഞ്ഞ് നടക്കണ്ട, അവിടെ ഇരുന്നാൽ മതി. പിന്നെ സാറിന് എന്നാ വേണ്ടത്? പോത്തോ മാനോ മുയലോ എല്ലാം വരും. ഇവന്മാർ കൊടുക്കുന്നത് തിന്നാൻ. മുമ്പൊരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം സാറൊന്ന് ക്ഷമിക്കേ. നാളെ ടച്ചിങ്സിന് കാട്ടുപോത്താകുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. സാറ് ഒരെണ്ണം കൂടെ അങ്ങ് പിടി. വാവച്ചൻ ഒഴിച്ചു നൽകിയ ചാരായം ഒറ്റ വലിക്ക് കുടിച്ചിറക്കി പീറ്റർ തല കുടഞ്ഞു. കൊള്ളാം. ഡബിൾ ബാരലിൽ തട്ടി അയാൾ പറഞ്ഞു. അപ്പോൾ ഒരെണ്ണം പോത്തിന്, ഒരെണ്ണം മൂപ്പന്. അതെ, തെളിവുമില്ല, സാക്ഷിയില്ല. പിന്നെ ഇവന്മാരെന്ത് ചെയ്യുമെന്ന് നമുക്കൊന്ന് കാണണമല്ലോ. കുടിലിന് മുന്നിൽ കളത്തിൽ കുത്തി നിർത്തിയ പന്തം അണഞ്ഞിരിക്കുന്നു. അതിൽ നിന്നും ചെറിയ പുകച്ചുരുളുകൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. അതിലേക്ക് നോക്കി മുന്നിലെ പാറക്കല്ലിൽ ഇരിക്കുകയാണ് മൂപ്പൻ. അയാളുടെ അരികിലേക്ക് ശരവണൻ മുടന്തി നടന്നു വന്നു. അപ്പാ, നാളെ മുത്തപ്പൻകുന്നി പൂജ നടക്കുവോ അപ്പാ? പീറ്റർ അടങ്ങിയിരിക്കുന്ന ആളല്ല. നീ ഇപ്പോൾ ഉറങ്ങിക്കോ. காட்டுக்கு ஒரு நீதி இருக்கு. இத்தனை நாளும் இந்த பிரகிருதி சக்தியை நான் மூடி வச்சிருந்தேன். இப்போ அதுக்கு ஆവശ്യം வந்திருக்கு. നാളെ പാതിരാവിൽ വേട്ട ആരംഭം. പിറ്റേന്ന് നേരം പുലർന്നത് മുതൽ സന്ധ്യയാകുന്നത് വരെ മൂപ്പൻ പ്രാർത്ഥനയിൽ മുഴുകി. സന്ധ്യയ്ക്ക് മൂപ്പനും കൂടെ 10 പേരും തയ്യാറായി. വലിയ പാത്രങ്ങളിൽ കരുതിയ വേവിച്ച ചോറും ചുമന്നുകൊണ്ട് അവർ നടന്നു മുത്തപ്പൻ മലയിലേക്ക്. ദൂരെ പന്തങ്ങൾ വരിവരിയായി നീങ്ങുന്നത് ഏറുമാടത്തിന് മുകളിലിരുന്ന് വാവച്ചൻ കണ്ടു. സാറേ, ദേ അവന്മാര് പോണ്. കയർ വരിഞ്ഞ കട്ടിലിൽ നിന്നും പീറ്റർ നിവർന്നിരുന്നു. അയാളുടെ ബൂട്ടുകൾ വാവച്ചൻ മുന്നിലേക്ക് നീക്കി വെച്ചു. അതിനുള്ളിലേക്ക് കാലുകൾ തിരുകി അയാൾ എഴുന്നേറ്റ് നിന്നു. കാഡ്രിഡ്ജ് അടങ്ങിയ ബെൽറ്റ് അരയിൽ മുറുക്കി വാവച്ചൻ നീട്ടിയ പുകയില വായിലിട്ട് ചവച്ച്
അയാൾ തയ്യാറായി. പിച്ചാത്തി ഇടുപ്പിൽ തിരികെ കയറുമെടുത്ത് വാവച്ചൻ പീറ്ററിന് പിന്നാലെ ഏറുമാടത്തിൽ നിന്നും ഇറങ്ങി. താഴെ കാത്തു നിൽക്കുന്ന അന്തോണിയെ അടുത്തു വിളിച്ച് വാവച്ചൻ പറഞ്ഞു, ഇന്നൊരു പോത്തു വീഴും. അവന്മാരോട് പറഞ്ഞേരെ. നീ അവരുടെ കൂടെ പുറകെ വന്നാൽ മതി. വെടിശബ്ദം കേട്ടാ വന്നേക്കണം. താമസിച്ചാ കുറുക്കൻ കൊണ്ടുപോകും. മനസ്സിലായോടാ? ഓ, പോയിക്കോ. അന്തോണി ഓടി. വാവച്ച, പീറ്റർ മുൻപേ നടന്നു. മുത്തപ്പൻ കുന്നിൽ കുത്തിനാട്ടിയ പന്തങ്ങൾക്ക് നടുവിലിരുന്ന് മൂപ്പൻ പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ളവർ വലിയ ഇലകൾ നിരത്തി അതിനുള്ളിലേക്ക് പാത്രത്തിലെ ഭക്ഷണം വലിയ ഉരുളകളാക്കി നിരത്തി വയ്ക്കുകയാണ്. പ്രാർത്ഥന അവസാനിപ്പിച്ച് മൂപ്പൻ എഴുന്നേറ്റു. മുന്നിലുള്ള ഉയർന്നു നിൽക്കുന്ന ഒരാൾ വലിപ്പമുള്ള മഞ്ഞളും സിന്ദൂരവും പുരണ്ട കല്ലിൻ്റെ മുന്നിൽ അയാൾ ഇലയിട്ട് ഭക്ഷണം വിളമ്പി. അതിന് മുന്നിൽ എരിയുന്ന ഒരു പന്തം നാട്ടി. മൂപ്പൻ കൂട്ടരുടെ നേരെ തിരിഞ്ഞു നോക്കി. അവർ മെല്ലെ പിൻവാങ്ങി. ഓരോരുത്തരായി കുന്നിറങ്ങുവാൻ തുടങ്ങി. ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഗോത്രഭാഷ എഴുതിയ ഗ്രന്ഥമെടുത്ത് പന്തത്തിൻ്റെ വെളിച്ചത്തിൽ മൂപ്പൻ വായിച്ചു. പിന്നെ അത് പട്ടിൽ പൊതിഞ്ഞു വെച്ചു. അരയിൽ നിന്നും മൂർച്ചയേറിയ കത്തിയെടുത്ത് അയാൾ തൻ്റെ ഉള്ളം കൈയിൽ അമർത്തിപ്പിടിച്ചു. മുത്തപ്പ. വിരലുകൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങിയ ചോര ഇലയിലേക്ക് തുള്ളികളായി ഇറ്റു വീണു. ഇതെല്ലാം കണ്ടുകൊണ്ട് പീറ്ററും വാവച്ചനും അടുത്തുള്ള വലിയ പാറയിൽ മറഞ്ഞിരുന്നു. മൂപ്പൻ്റെ തലയ്ക്ക് പിന്നിൽ പീറ്റർ ലക്ഷ്യം വെച്ചു. വാവച്ചു, ഇപ്പൊ പൊട്ടിച്ച അവൻ പോലും അറിയില്ല ചത്തൊന്ന്. സാറേ നോക്ക്, അയാളവിടെ പോയി. പീറ്ററിൻ്റെ കണ്ണുകൾ കുറുകി. മൂപ്പൻ അപ്രത്യക്ഷനായിരിക്കുന്നു. പെട്ടെന്ന് ഇരുളിൽ നിന്നും പന്തത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വലിയൊരു നിഴൽ കടന്നു വന്നു. അസാമാന്യ വലിപ്പമുള്ള കാട്ടുപോത്ത്. ഇതെന്നാ സാറേ, ആനയോ? പീറ്റർ ഹിമ വെട്ടാതെ അതിനെ തന്നെ നോക്കി. മൂപ്പൻ വെച്ച ഇലയിലേക്ക് അത് തലകുനിച്ചു. അടുത്ത നിമിഷം പീറ്റർ ട്രിഗർ അമർത്തി. കാട്ടുവഴിയിലൂടെ കുതിച്ചോടിയ മൂപ്പൻ ഒരു നിമിഷം നിന്നു. അയാളുടെ ചുണ്ടിൽ നിഗൂഢമായ ഒരു ചിരിയുണ്ടായി. അയാൾ കണ്ണടച്ചു വിളിച്ചു, മുത്തപ്പ. മറിഞ്ഞു വീണ ഉരുവിനടുത്തേക്ക് പീറ്ററും വാവച്ചനും ഓടിയെത്തി. വാവച്ചൻ ടോർച്ച് തെളിച്ച് പരിശോധിച്ചു. അതിൻ്റെ നെറ്റിയിൽ നിന്നും ചോര കുതിച്ചൊഴുകുകയാണ്. അടുത്ത നിമിഷം വലിയ കല്ലിന് പുറകിൽ നിന്നും രണ്ട് ചുവന്ന കണ്ണുകൾ അവരെ തുറച്ചു നോക്കി. അയ്യോ സാറേ! വാവച്ചൻ തിരിഞ്ഞോടി. പീറ്ററിന് മുന്നിലൂടെ ഭീമാകാരനായ വലിയൊരു കാട്ടുപോത്ത് വാവച്ചന് പിന്നാലെ പാഞ്ഞു. പീറ്റർ ഒരു വശത്തേക്ക് മാറി അതിനു നേരെ നിറയൊഴിച്ചു. അടുത്ത നിമിഷം അയാളുടെ മുന്നിൽ വെടിയേറ്റ് വീണ് കിടന്ന പോത്ത് തല കുടഞ്ഞ് ചാടി എഴുന്നേറ്റു. അതിൻ്റെ നെറ്റിയിൽ നിന്നും ചോരയേറ്റ് വീഴുന്നത് പന്തത്തിൻ്റെ വെളിച്ചത്തിൽ പകച്ചു നിന്ന പീറ്റർ കണ്ടു. ഒറ്റക്കൊമ്പിൽ ആ മൃഗം പീറ്ററെ ഉയർത്തി മുകളിലേക്ക് എറിഞ്ഞു. തറയിൽ കമിഴ്ന്നു വീണ അയാൾ ദൂരെ നിന്നും വാവച്ചൻ്റെ നിലവിളി കേട്ടു. പീറ്റർ അവിടെ നിന്നും എഴുന്നേറ്റോടി. പിന്നാലെ കറുത്ത നിഴൽ രൂപത്തിൽ കൊടുങ്കാറ്റ് പോലെ ആ മൃഗം പാഞ്ഞടുത്തു. ഈ സമയം വാവച്ചൻ്റെ നെഞ്ചു തുളച്ച് കൊമ്പിൽ കോർത്ത് കുന്നിൻ മുകളിലേക്ക് പായുകയായിരുന്നു മറ്റൊരെണ്ണം. മരത്തിന് പിന്നിലൊളിച്ച പീറ്ററിനെ ഇടിച്ചു വീഴ്ത്തി നെഞ്ചിൽ കാൽ കയറ്റി വെച്ച് മൃഗം ശക്തിയായി അലറി. സൂര്യൻ ഉദിച്ചുയർന്നു. പുഴയിൽ നിന്നും ദേവൻ മൂപ്പൻ മുങ്ങി നിവർന്നു. കരയിൽ കാത്തു നിൽക്കുകയാണ് ഒപ്പമുണ്ടായിരുന്ന 10 പേർ. അപ്പാ, ശരവണൻ വിളിച്ചു. പീറ്ററേയും വാവച്ചനെയും ഇന്നലെ ആരോ കൊന്നു കൊല്ലിയിലിട്ടെന്ന്. റേഞ്ചർ സാറ് വന്നിട്ടുണ്ട്. അപ്പനെ കാണണമെന്ന് പറയുന്നു. ഈറനോടെ പുഴയിൽ നിന്ന് കയറി പട്ടിൽ പൊതിഞ്ഞ ഗ്രന്ഥക്കെട്ടുമെടുത്ത് മൂപ്പൻ മുന്നിൽ നടന്നു. കുടിലിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പിൽ നിന്നും റേഞ്ചർ പുറത്തിറങ്ങി. മൂപ്പ, 2 പേരെ അമ്പുകൊല്ലി മലയിൽ നിന്ന് കിട്ടി. ഒന്ന് ഗാർഡാണ്, പീറ്റർ.
മറ്റൊന്ന് ഒരു പഴയ വാറ്റുകാരനാണ്. ഏതോ മൃഗം കൊന്നതാണെന്നാണ് റിപ്പോർട്ട്. ഒരു 3-4 പേരെ എൻ്റെ കൂടെ വിടണം. ബോഡി താഴെ ഇറക്കാനാ. 4 പേർ പോതുമാ സാർ? മതി, ധാരാളം. താനോ? ഓ 4 പേരെ ചൊല്ലി അനുപ്പ്. മൂപ്പൻ അകത്തേക്ക് നടന്നു. മൂപ്പ, റേഞ്ചർ വിളിച്ചു. മൂപ്പൻ നിന്നു. മെല്ലെ തിരിഞ്ഞു നോക്കി. എന്നാ സാർ? റേഞ്ചർ അടുത്തേക്ക് വന്നു. ശബ്ദം താഴ്ത്തി. 2 പേരെയും പോത്തു കുത്തിക്കൊന്നതാണെന്ന് ഉറപ്പാണ്. പക്ഷേ 2 പേരും തലകീഴായി ഒരേ സ്ഥലത്ത് ആരോ കൊണ്ടുവച്ചതുപോലെ. കാടറിയുന്ന ആളല്ലേ നിങ്ങൾ? മൂപ്പന് എന്തെങ്കിലും സൂചനയുണ്ടോ? എന്തെങ്കിലും? എന്നാ സാർ, എന്നെ സന്ദേഹം? അല്ല, ബോഡി രണ്ടും ഒരു സ്ഥലത്തെത്തിയതേ എനക്കറിയാം സാർ. യാറപ്പടി സെഞ്ചിറക്കുമെന്ന്. മൂപ്പനറിയാമോ? പക്ഷേ ഒന്നും ചെയ്യാൻ സാറിന് കഴിയില്ല. നാട്ടിലെ നിയമം പത്താത്, കാട്ടിലെ നിയമം അറിയണോ? தெரியுமா? കാടുക്കൊരു നിയമം ഇറക്ക്, അത് താൻ നടന്നിറക്ക്. മൂപ്പൻ്റെ കണ്ണുകൾ തിളങ്ങി. അയാൾ തിരിഞ്ഞു നടന്നു. റേഞ്ചർ എല്ലാവരെയും മാറി മാറി നോക്കി. പിന്നെ താണുവിനൊപ്പം ആളുകളെയും കൂട്ടി ജീപ്പിൽ കയറി. അപ്പാ, ആരാപ്പാ അവരെ കൊന്നത്? ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഗ്രന്ഥം തിരികെ പെട്ടിയിൽ നിക്ഷേപിച്ച് പലക കൊണ്ട് മൂടി അതിൽ ദേവൻ മൂപ്പൻ തൊട്ടു തൊഴുതു. അപ്പനാണോ അവരെ കൊന്നത്? അല്ല. പിന്നെ? മൂപ്പൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇന്ത കാട്ടുക്കേ അപ്പൻ, യാ മുത്തപ്പൻ, യാ മുത്തപ്പൻ.